ഹലോ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോസ്കോയിലാണ്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് പോവുകയാണ്. എൻട്രൻസിൽ തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും. ക്രിസ്മസ് ആവാറായതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ എല്ലാം എത്തിയിട്ടുണ്ട്. കോസ്കോയിൽ നിന്നല്ല, നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്കോയിൽ കുറച്ച് വില കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ ലഭിക്കും. ടിഷ്യൂ, മീറ്റ്, വെജിറ്റബിൾസ്, ഫിഷ്, അങ്ങനെ എല്ലാം കിട്ടും. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് കോസ്കോയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ എല്ലാം ബൾക്കായിട്ടായിരിക്കും കിട്ടുക. കുറച്ച് കാലത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അപ്പം കോസ്കോയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1983 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് സിയാറ്റിലാണ്. ജിം സെനഗലും ജെഫ്രി ബ്രോൺമോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളുകൾ ചേർന്ന് തുടങ്ങിയൊരു സംഭവമാണ് ഈ കോസ്കോ. വളരെ ചെറുതായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US മൊത്തം ഏകദേശം 614 കോസ്കോകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഏറ്റവും കൂടുതലുള്ളത് കാനഡയിലാണ്. പിന്നെ മെക്സിക്കോ, ജപ്പാൻ, ഓസ്ട്രേലിയ, UK അങ്ങനെയുള്ള എല്ലായിടത്തും കോസ്കോ ഇപ്പം ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലില്ല കേട്ടോ. ഇപ്പം ഇന്ത്യയിലും കൂടി വരണം. പിന്നെ പ്രൈസ് കോസ്കോ എന്നാണ് ഈ കോസ്കോ ആദ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ബിസിനസ് കോസ്കോ പറഞ്ഞിട്ട് അത് വേറെ ഉണ്ട് കേട്ടോ. അവിടെ ഇത് ബൾക്കായിട്ട് തന്നെയാണ് സാധനങ്ങൾ. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിനൊക്കെ ആവശ്യമുള്ള രീതിയിൽ അത്രയും ബൾക്കായിട്ടാണ്. അവർക്കൊക്കെ ഫിഷും മീറ്റും ഒക്കെ കുറച്ചധികം വേണ്ടി വരുമല്ലോ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള രീതിയിലാണ് അവിടെ ബിസിനസ് കോസ്കോയിൽ സാധനങ്ങൾ കിട്ടുക. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ആൽക്കഹോള്, ബിവറേജസ് ഒക്കെ കിട്ടും. അതിന് വേറെ ഒരു കോസ്കോ ലിക്കർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അതിലുണ്ട് ബിവറേജസിൻ്റെ. അത് വേറൊരു സ്ഥലമാണ്. ഇതിനോട് തൊട്ട് തന്നെ ചേർന്നിട്ടാണ് അത്. അവിടെ നമുക്ക് ആവശ്യമുള്ള ലിക്കർ സംഭവങ്ങളെല്ലാം കിട്ടും. പിന്നെ അതുപോലെ തന്നെ കോസ്കോയ്ക്ക് ഒരു ഏറ്റവും വലിയൊരു വൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് കോസ്കോയ്ക്ക്. അവിടെ ഒരുപാട് വൈൻ സ്റ്റുവാർഡ്സ് ഒക്കെ നിൽക്കും എന്നാണ് പറയുന്നത്. അതായത് വൈൻ സ്റ്റുവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിന് ഏത് രീതിയിലുള്ള വൈനാണ് എടുക്കേണ്ടത്,